വേദനയുടെ സമുദ്രത്തിൽ കരയറിയാതെ ഒരൊറ്റക്കണ്ണൻ മത്സ്യമായി താൻ നീന്തിത്തുടിക്കുന്ന സ്വപ്നം കണ്ടതിൻ്റെ പിറ്റേന്ന് അയാൾ പ്രണയിനിക്ക് എഴുതി. പാവപ്പെട്ടവനായ മുക്കുവൻ്റെ വലയിൽപ്പെട്ട് സ്നേഹമുള്ള മീൻ വിൽപ്പനക്കാരനിലൂടെ ഊണുമേശയിൽ നിന്റെ പ്രിയപ്പെട്ട ഭോജ്യമായി എനിക്ക് എത്തണം. പാവപ്പെട്ടവനായ മുക്കുവൻ്റെ വലയിൽപ്പെട്ട് സ്നേഹമുള്ള മീൻ വിൽപ്പനക്കാരനിലൂടെ ഊണുമേശയിൽ നിന്റെ പ്രിയപ്പെട്ട ഭോജ്യമായി എനിക്ക് എത്തണം. മത്സ്യകഷ്ണങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്നെ ഞാനെങ്ങനെ തിരിച്ചറിയും? മറുപടി കത്തിൽ അവൾ ചോദിച്ചു. മത്സ്യകഷ്ണങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്നെ ഞാനെങ്ങനെ തിരിച്ചറിയും? മറുപടി കത്തിൽ അവൾ ചോദിച്ചു. തപാൽ സമരം തീർന്നതിൻ്റെ പിറ്റേന്ന് പഴകിയടർന്ന് പൊളിഞ്ഞു കീറിയ നിലയിൽ അവൾക്ക് കിട്ടിയ കത്തിൽ അടയാളത്തെപ്പറ്റി കുറിച്ചിരുന്നു ഇങ്ങനെ. തപാൽ സമരം തീർന്നതിൻ്റെ പിറ്റേന്ന് പഴകിയടർന്ന് പൊളിഞ്ഞു കീറിയ നിലയിൽ അവൾക്ക് കിട്ടിയ കത്തിൽ അടയാളത്തെപ്പറ്റി കുറിച്ചിരുന്നു ഇങ്ങനെ. തുറന്നിരിക്കുന്ന എൻ്റെ ഒറ്റ കണ്ണ് ഉറ്റുനോക്കുന്നത് നിന്നെ തന്നെയായിരിക്കും. തുറന്നിരിക്കുന്ന എൻ്റെ ഒറ്റ കണ്ണ് ഉറ്റുനോക്കുന്നത് നിന്നെ തന്നെയായിരിക്കും. 1998 ശ്രീ കുഴൂർ വിൽസൺ എഴുതിയ പ്രണയ കവിതയാണിത്. സ്വപ്നഭാഷണം തപാൽ മാർഗം എന്ന തലക്കെട്ടിലൂടെ. കുഴൂർ വിൽസന്റെ തിരഞ്ഞെടുത്ത പ്രണയ കവിതകളുടെ പുസ്തകമായിട്ടുള്ള പച്ച പോലത്തെ മഞ്ഞ എന്ന് പറയുന്ന പുസ്തകത്തിലെ വരികളാണ് ഇത്. ചില ദിവസങ്ങൾ നമ്മളിങ്ങനെ അലക്ഷ്യമായിരിക്കുമ്പോൾ നമുക്ക് ചില കവിതകളോട്, ചില പുസ്തകങ്ങളോട് വല്ലാത്തൊരു അടുപ്പം തോന്നും. ഞാൻ ഈ പുസ്തകത്തിലെ കവിതകൾ ഒരുപാട് തവണ വായിച്ചതാണ് അതിനു മുമ്പ്. എന്നിട്ടും ഒരിക്കൽ കൂടി ഇന്നെടുത്ത് വായിക്കണമെന്ന് തോന്നി. പ്രണയത്തെ ഇത്രയും ഭംഗിയായി കുറഞ്ഞ വരികളിൽ ആളുകളുടെ ഹൃദയത്തിലേക്ക് തുന്നിച്ചേർക്കുന്ന കവി. എന്ത് രസമായിട്ടാണ് ഓരോ അടയാളപ്പെടുത്തലുകളും. വീണ്ടും വീണ്ടും വെറുതെ വായിക്കാൻ തോന്നും. പ്രണയം അങ്ങനെയാണ്. നൊമ്പരം എപ്പോഴും നൊമ്പരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും.